ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിബ്ലിക് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് താപവും ഊഷ്മാവുമാണ്. അതിൽ താപപ്രസരണ രീതി വരെ നമ്മൾ പറഞ്ഞു. അതുപോലെ കെൽവിൻ, സെൽഷ്യസ്, ഫാരൻഹീറ്റ് പറഞ്ഞു, അതിന്റെ കൺവേർഷൻ പറഞ്ഞു, കേവല പൂജ്യം എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിശിഷ്ട താപധാരിത, ലീനതാപം, അതിദ്രവത്വം, ഇവയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതുകൂടെ കൊണ്ടിട്ട് ഈ ക്ലാസ് ഈ ഒരു ടോപ്പിക്ക് തീരും. ചെറിയ ടോപ്പിക്കാണ്, നമുക്ക് 2 പാർട്ട് കൊണ്ട് തീർക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, വിശിഷ്ട താപധാരിത എന്താണെന്നാണ്. ഒരു പദാർത്ഥത്തിന്റെ താപനില നമുക്ക് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുവാൻ വേണ്ട, അതായത് ഒരു പദാർത്ഥത്തിന്റെ താപനില, ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുവാനായിട്ട് നമ്മൾ കൊടുക്കേണ്ട താപമാണ്, അല്ലെ താപത്തിന്റെ അളവാണ് എന്തെന്ന് പറയുന്നത് വിശിഷ്ട താപധാരിത എന്ന് പറയുന്നത്. കിട്ടി? അപ്പോ ഒരു പദാർത്ഥത്തിന്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുവാൻ, ഇപ്പൊ 0 ഡിഗ്രിയിലുള്ളതാണെങ്കിൽ എന്താവണം? അത് 1 ഡിഗ്രി ആകണം, 1 ഡിഗ്രി സെൽഷ്യസ് ആകണം. 1 ഡിഗ്രി സെൽഷ്യസ് ഉള്ളത് എന്താവണം? 2 ഡിഗ്രി സെൽഷ്യസ് ആകണം. ഇങ്ങനെ ഓരോ ഡിഗ്രി വർദ്ധിപ്പിക്കാൻ നമ്മൾ കൊടുക്കേണ്ട താപത്തിന്റെ അളവിനെ വിളിക്കുന്ന പേരാണ് ആ പദാർത്ഥത്തിന്റെ വിശിഷ്ട താപധാരിത. അത് ഏറ്റവും കൂടുതൽ ഉള്ളത് ജലത്തിനാണ് ഏറ്റവും കൂടുതൽ എന്തുള്ളത്? വിശിഷ്ട താപധാരിതയുള്ളത്. കേട്ടാ, 4200 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ഉണ്ടോ? എന്താണ് 4200? അപ്പൊ അവിടുന്ന് അടുത്ത സാധനം കിട്ടി, ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. കണ്ടാ, ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ് എന്തിന്റെ യൂണിറ്റ്? വിശിഷ്ട താപധാരിതയുടെ യൂണിറ്റ് ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. 4200 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ് ജലത്തിന്റെ വിശിഷ്ട താപധാരിത. ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ള പദാർത്ഥം ചോദിച്ചാൽ ജലം. ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിത, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഏറ്റവും ഉയർന്ന പദാർത്ഥം ചോദിച്ചാൽ ജലം. മൂലകമാണെങ്കിൽ ഹൈഡ്രജൻ. ഉണ്ടോ? അപ്പൊ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഏറ്റവും കൂടിയ മൂലകം ഹൈഡ്രജൻ ആണ്, പദാർത്ഥം ജലമാണ്. ഇനി എന്താണ് ജലത്തിന് 4200 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ വിശിഷ്ട താപധാരിത, അല്ലെങ്കിൽ ഏറ്റവും വിശിഷ്ട താപധാരിത ജലത്തിന് കൂടിയത് കൊണ്ടുള്ള നമുക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതൊന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചോണേ. അപ്പൊ 4200 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ പഠിക്കുക, എന്താണ് വിശിഷ്ട താപധാരിത എന്ന് പഠിക്കുക, മൂലകം ഹൈഡ്രജൻ ആണെന്ന് പഠിക്കുക. ഓക്കെ, നോക്കിക്കോണം എന്താണ് ഈ വിശിഷ്ട താപധാരിത ജലത്തിന് ഏറ്റവും കൂടിയത് കൊണ്ടുള്ള ഗുണമെന്ന് കേട്ടോണം. ഒന്ന്, നമ്മൾ വാഹനം ഓടിക്കുന്നവരല്ലേ, കാറൊക്കെ ഓടിക്കുന്നവരല്ലേ, അതുകൊണ്ട് എന്ത് ചെയ്യാം? റേഡിയേറ്ററിനുള്ളിൽ നിങ്ങൾക്ക് എന്തുപയോഗിക്കാം? ജലം കൂളന്റ് ആയിട്ട് ഉപയോഗിക്കാം. കാരണം എന്താ? എഞ്ചിൻ ചൂടാകുമ്പോൾ ആ ഹീറ്റ് മുഴുവൻ ആര് പിടിച്ചെടുക്കും? അതെ, എന്ത് ചെയ്യും? ജലം പിടിച്ചെടുക്കും. അങ്ങനെ ജലം എന്ത് ചെയ്യും? ഓരോ ഡിഗ്രിയും കൂട്ടിക്കൊണ്ടിരിക്കും ജലത്തിന്റെ താപനില. അങ്ങനെ കൂട്ടണമെങ്കിൽ 4200 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ എന്ത് വേണം? ഹീറ്റ് വേണം. അത്രയും ഹീറ്റ് ആകുമ്പോഴേ ജലത്തിന്റെ താപനില, ഊഷ്മാവ്, ടെമ്പറേച്ചർ 1 ഡിഗ്രി കൂടത്തുള്ളൂ. അപ്പൊ ജലം സാവധാനം അതിനകത്ത് കിടക്കുന്നത് ചൂടായിട്ട് വരത്തുള്ളൂ. പകരം നിങ്ങൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നതെങ്കിലോ നടക്കുമോ? ഇത് ഇല്ല, വളരെ താഴ്ന്നതാണ് കേട്ടോ. അപ്പൊ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ജലത്തിന് കൂടിയത് കൊണ്ടുള്ള ഒന്നാമത്തെ ഗുണം, നമുക്ക് എന്ത് ചെയ്യാം? റേഡിയേറ്ററില് ജലം ഒരു കൂളന്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. കണ്ടാ, ഇനി നോക്കിക്കോണം. കരയും കടലും പകൽ സമയം അല്ലെ, എന്ത് പെട്ടെന്ന് ചൂടാകും? കര പെട്ടെന്ന് ചൂടാകും, കടൽ സാവധാനമേ ചൂടാകത്തുള്ളൂ. അതെന്തുകൊണ്ടാ? കടൽ എന്ന് പറഞ്ഞ അവിടെ ജലമാണുള്ളത്. ജലത്തിന്റെ വിശിഷ്ട താപധാരിത കൂടുതലായത് കൊണ്ടാണ് കടൽ പകൽ പയ്യെ ചൂടാകുന്നതും എന്ത് ചെയ്യുന്നത്? ആ രാത്രിയിൽ പയ്യെ തണുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് എന്തുണ്ടാകും?
കടൽക്കാറ്റും കരക്കാറ്റും ഉണ്ടാകും. അപ്പൊ അതെന്തുകൊണ്ടാ? സംവഹനം എന്ന് പറയുന്ന പ്രതിഭാസമാണ് കടൽക്കാറ്റും കരക്കാറ്റും ഉണ്ടാക്കാൻ കാരണമാകുന്നത് കേട്ടാ. അവിടെ എന്തും കൂടി വരുന്നുണ്ട്? ജലത്തിന്റെ വിശിഷ്ട താപധാരിത കൂടി വരുന്നുണ്ട്. കണ്ടാ, കടൽ സാവധാനം, പകൽ സമയം കടൽ സാവധാനം ചൂടാകുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇതാണ് ഉത്തരം. എന്താണ്? കടലിൽ എന്താണ്? ജലമാണ്. ജലത്തിന്റെ വിശിഷ്ട താപധാരിത കൂടുതലാണ്, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടുതലാണ്. അതുകൊണ്ടാണ് പകൽ സമയം കടൽ സാവധാനം ചൂടാവുകയും രാത്രി സാവധാനം തണുക്കുകയും ചെയ്യുന്ന. 3 ഇമ്പോർട്ടന്റ് പോയിന്റ്. 3, തണുപ്പുള്ള രാജ്യങ്ങളിൽ എന്ത് ചെയ്യുമെന്നറിയാമോ? തണുപ്പുള്ള രാജ്യങ്ങളില് രാത്രി കാലത്ത് എന്ത് ചെയ്യും? തോട്ടങ്ങള് അല്ലെങ്കിൽ ചെടി നിൽക്കുന്ന വയലുകള് ഒക്കെ എന്ത് ചെയ്യും? നനയ്ക്കും. ഉണ്ടോ? തണുപ്പുള്ള രാജ്യങ്ങളിൽ എന്ത് ചെയ്യും? രാത്രിയിലാണ് എന്ത് നനച്ചിടുന്നത്? തോട്ടങ്ങളോ വയലുകളോ ഒക്കെ നനച്ചിടുന്നത്. എന്താ കാര്യം? അവിടെ ജലമാണ് അല്ലെ, നനച്ചിടുന്നു. അപ്പൊ ജലം അവിടെ നിൽക്കുന്നു. എന്ത് ചെയ്യും? രാത്രിയിൽ താപനില കുറയുമ്പോ എന്ത് ചെയ്യും? ഈ ജലം തണുക്കാൻ തുടങ്ങും. എന്താ ജലം തണുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലത്തിനകത്തുള്ള താപം പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ജലം തണുക്കുന്നത്. അപ്പൊ ജലം തണുക്കുമ്പോ എന്ത് ചെയ്യും? ജലം പുറത്തേക്ക് വിടുന്ന താപം എന്ന് പറയുന്നത് എന്താ? അല്ലെ, ജലം തണുക്കുക. ഇപ്പൊ 27 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടായിരുന്നത് 26 ഡിഗ്രി സെൽഷ്യസ് ആകണമെങ്കിൽ പുറത്തേക്ക് എന്തോരം താപം വിടണം? 4200 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ താപം അത് പുറത്തേക്ക് വിടണം. ഉണ്ടാ, അങ്ങനെ തണുത്തുകൊണ്ടിരിക്കും തോറും താപം പുറത്തു വിട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യും? ആ ചെടികൾക്ക് ആവശ്യമായ ചൂട് ഈ ജലത്തിൽ നിന്ന് ലഭിക്കും. ഇനി പറയാനുള്ളത് ലീനതാപമാണേ. ഇപ്പൊ നമ്മൾ കണ്ടു, ഖരാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ചൂടാക്കുമ്പോൾ എന്ത് ചെയ്യും? അത് ദ്രാവകാവസ്ഥയിലുള്ള ചൂടാക്കുമ്പോൾ വാതകാവസ്ഥയിലേക്ക് മാറും നമ്മൾ കണ്ടു. ഇങ്ങനെ ഒരു പദാർത്ഥം ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറുമ്പോൾ അതിന്റെ താപനിലയിൽ വ്യത്യാസമില്ലാതെ സ്വീകരിക്കുന്ന താപത്തിന്റെ അളവിനെയാണ് നമ്മൾ ലീനതാപം എന്ന് പറയുന്നത്. കേട്ടോ, നമുക്കതൊരു ഗ്രാഫിലൂടെ നോക്കാം. ഇവിടെ താപനില എഴുതിയിട്ടുണ്ട്. -10, 0 ഡിഗ്രി സെൽഷ്യസ്, 50 ഡിഗ്രി സെൽഷ്യസ്, 100 ഡിഗ്രി സെൽഷ്യസ്. ഈ ആക്സിസില്, എക്സ് ആക്സിസില് നമ്മൾ ടൈമും ആണേ നോക്കിക്കോണം. അപ്പൊ നമ്മൾ ഒരു ബീക്കറില് -10 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഐസ് കട്ട എടുത്തു. അതിനകത്ത് എന്ത് വെച്ചു? ഒരു തെർമോമീറ്റർ വെച്ചു. റീഡിങ് എടുത്തു -10 ഡിഗ്രി സെൽഷ്യസ്. എന്നിട്ട് നമ്മൾ ഹീറ്റ് കൊടുക്കുക. അതിനെ നമ്മൾ കത്തിച്ചു, ചൂടാക്കുക. അപ്പൊ എന്ത് ചെയ്യും? ഇതിനകത്തുനിന്ന് താപനില ഇങ്ങനെ കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. തെർമോമീറ്ററിൽ -10 ആണ് അല്ലെ, -10, -9, -8, -7, -5, അങ്ങനെ എവിടം വരെ വന്നു? ഉണ്ടോ? എവിടം വരെ വന്നു? താപനില കൂടി, സമയവും കൂടുന്നു, താപനില കൂടുന്നു, 0 ഡിഗ്രിയിലെത്തും. 0 ഡിഗ്രിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചൂട് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. പിന്നെ 0 ഡിഗ്രിക്ക് മുകളിലേക്ക് കുറച്ച് സമയത്തേക്ക് എന്ത് കാണിക്കുന്നില്ല? താപനില കാണിക്കുന്നില്ല. 0 ഡിഗ്രി തന്നെ ആയിരിക്കും. നമ്മൾ താപം കൊടുത്തുകൊണ്ടേ ഇരിക്കുക. പക്ഷെ തെർമോമീറ്ററിലെ റീഡിങ് 0 ഡിഗ്രിയിൽ നിന്ന് മാറുന്നില്ല. പക്ഷെ അവിടെ മറ്റൊരു കാര്യമാണ് നടക്കുന്നത്. ഐസ് ഉരുകി വെള്ളമാകാൻ തുടങ്ങും. അങ്ങനെ മുഴുവൻ വെള്ളമാകുന്നത് വരെയും ഗ്രാഫിന്റെ റീഡിങ് നമുക്ക് 0 ഡിഗ്രിയിൽ തന്നെ ആയിരിക്കും. കിട്ടി? അപ്പൊ നമ്മൾ കൊടുത്ത താപം അത് എന്തിനു സ്വീകരിച്ചു? ഐസ് ഉരുകി ജലമാകാൻ അത് സ്വീകരിച്ചു. കിട്ടി? അപ്പൊ അതായത് ഐസിലെ തന്മാത്രകള് ഹീറ്റ് എന്ത് ചെയ്തു? സ്വീകരിച്ചുകൊണ്ട് എന്ത് ചെയ്തു? എക്സ്പാൻഡ് ചെയ്തു. അതങ്ങനെ എന്തായി മാറി? വെള്ളമായി മാറി. കേട്ടോ, അങ്ങനെ സ്വീകരിക്കുന്ന താപത്തെയാണ് നമ്മൾ ലീനതാപം എന്ന് വിളിക്കുക. നമ്മൾ തെർമോമീറ്റർ കൊണ്ട് അളന്നു കഴിഞ്ഞാൽ താപനിലയിൽ വ്യത്യാസം കാണത്തില്ല. 0 ഡിഗ്രി സെൽഷ്യസ് തന്നെ ആയിരിക്കും താപനില. പക്ഷെ എന്ത് സംഭവിക്കും? ഐസ് ഉരുകി എന്തായി മാറും? വെള്ളമായി മാറും. അപ്പൊ ഐസ് ഉരുകി വെള്ളമായി മാറാൻ എന്ന് പറഞ്ഞാൽ സോളിഡിൽ നിന്ന് ലിക്വിഡ് ആയി മാറാൻ അതിന്റെ താപനിലയിൽ വ്യത്യാസമില്ലാതെ സ്വീകരിച്ച താപത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ലീനതാപം എന്ന് വിളിക്കാം. കിട്ടി? അവിടുന്ന് വീണ്ടും നമ്മൾ ചൂടാക്കി. ചൂട് കൂടി 100 ഡിഗ്രി സെൽഷ്യസിലെത്തി. കണ്ടാ? ടെമ്പറേച്ചർ എന്ത് കാണിക്കും? 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് കാണിക്കും. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെയും കുറെ നേരത്തേക്ക് എന്താണ്? 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് തന്നെയേ താപനില കാണിക്കത്തുള്ളൂ. നമ്മൾ ഹീറ്റ് അപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ അത് എന്തിനു വേണ്ടി സ്വീകരിച്ചു? 100 ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുത്ത താപം മുഴുവൻ അത് എന്തിനു സ്വീകരിച്ചു? അത് വാതക അവസ്ഥയിലേക്ക് മാറുവാനായിട്ട്
സ്വീകരിച്ചു. അങ്ങനെ അതെന്തായി? ബാഷ്പമായി മാറി. കിട്ടി? അങ്ങനെ നോക്കിക്കേ, ഒരു സോളിഡ് സ്റ്റേറ്റിലുള്ള ഖരാവസ്ഥയിലുള്ള ഒരു വസ്തു അതിന്റെ നോക്കിക്കേ മെൽറ്റിംഗ് പോയിന്റ് അല്ലേ 0 ഡിഗ്രി ഐസിന്റെ, അതിന്റെ ദ്രവണാങ്കത്തിൽ വെച്ച് എന്ത് ചെയ്യുന്നു? താപനിലയിൽ മാറ്റമില്ലാതെ കണ്ടാ, അതിന്റെ ദ്രവണാങ്കത്തിൽ വെച്ച് ഉരുകി വെള്ളമാകുന്നു. അപ്പോൾ താപനിലയിൽ മാറ്റമില്ലാതെ സ്വീകരിക്കുന്ന താപത്തിന്റെ അളവ് അതിനെ വിളിക്കുന്ന പേരാണ് ദ്രവീകരണ ലീനതാപം. അപ്പൊ എന്താ ദ്രവീകരണ ലീനതാപം? ഖരാവസ്ഥയിലുള്ള ഒരു വസ്തു അതിന്റെ ദ്രവണാങ്കത്തിൽ വെച്ച് മെൽറ്റിംഗ് പോയിന്റിൽ വെച്ച് ഉരുകി ദ്രാവക അവസ്ഥയിലേക്കാകുമ്പോൾ വാങ്ങിക്കുന്ന അതിന്റെ താപനിലയിൽ വ്യത്യാസമില്ലാതെ സ്വീകരിക്കുന്ന താപത്തിന്റെ അളവിനെ ദ്രവീകരണ ലീനതാപം എന്ന് വിളിക്കും. കിട്ടി? 80 കെൽവിൻ കലോറി പെർ കിലോഗ്രാം. കെൽവിൻ കലോറി പെർ കിലോഗ്രാം ആണ്. 80 കെൽവിൻ കലോറി പെർ കിലോഗ്രാം ആണ് ഐസിന്റെ ദ്രവീകരണ ലീനതാപം എന്ന് പറഞ്ഞാൽ ഐസ് ഉരുക്കി വെള്ളമാകാൻ നിങ്ങൾ കൊടുക്കേണ്ട താപം എന്ന് പറയുന്നത് 80 കെൽവിൻ കലോറി പെർ കിലോഗ്രാം ആണ്. കിട്ടി? അപ്പൊ ഇനി അടുത്തത് എന്താ? ബാഷ്പീകരണ ലീനതാപം. എന്താ ബാഷ്പീകരണ ലീനതാപം? ദ്രാവകാവസ്ഥയിലുള്ള ഒരു പദാർത്ഥം അതിന്റെ എന്തിൽ വെച്ച്? തിളനിലയിൽ വെച്ച് തിളനിലയിൽ വെച്ച് ബാഷ്പമായി മാറാൻ താപനിലയിൽ മാറ്റമില്ലാതെ സ്വീകരിക്കുന്ന താപത്തിന്റെ അളവിനെ ബാഷ്പീകരണ ലീനതാപം എന്ന് വിളിക്കുന്നു. കിട്ടി? അങ്ങനെയാണെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസിൽ അല്ലെ, അതല്ലേ തിളനില? 100 ഡിഗ്രി സെൽഷ്യസിലുള്ള ജലത്തിന്റെ ബാഷ്പീകരണ ലീനതാപം എന്ന് പറയുന്നത് 540 കെൽവിൻ കലോറി പെർ കിലോഗ്രാം. കിട്ടി? ഇതെന്താ? ഇത് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസിൻ്റെത് 80 കെൽവിൻ കലോറി പെർ കിലോഗ്രാം. 100 ഡിഗ്രി സെൽഷ്യസിലുള്ള ജലത്തിന്റെ ബാഷ്പീകരണ ലീനതാപം എന്ന് പറഞ്ഞാൽ 100 ഡിഗ്രി സെൽഷ്യസിലുള്ള ജലത്തിന് 540 കെൽവിൻ കലോറി പെർ കിലോഗ്രാം. 540 കെൽവിൻ നിങ്ങൾ കൊടുക്കുമ്പോഴാണ് അത് എന്താകുന്നത്? അത് ബാഷ്പമായി നീരാവിയായി മാറുന്നത്. അപ്പൊ 100 ഡിഗ്രി സെൽഷ്യസിലുള്ള ജലത്തിനേക്കാൾ ഹീറ്റ് കൂടുതലാണ് എന്തിന്? 100 ഡിഗ്രി സെൽഷ്യസിലുള്ള നീരാവിക്ക്. കാരണം എന്താ? അതിനകത്ത് ലീനതാപം കൂടി ഉള്ളടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വെള്ളം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ കഠിനമാണ് എന്ത്? നീരാവി കൊണ്ടുള്ള പൊള്ളൽ. കേട്ടാ? കിട്ടി? ഓക്കെ. അപ്പൊ ഇത്രയുള്ള എന്ന് പറയുന്നത് ലീനതാപം. ഐസിന്റെ ഇത്രയും ലീനതാപം ഉള്ളത് കൊണ്ടാണ് നമ്മൾ വാങ്ങിക്കുന്ന ഐസ്ക്രീം പെട്ടെന്ന് ഉരുകിപ്പോകാത്തത്. അതുപോലെ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളം കുടിക്കുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ തണുപ്പ് അതേ താപനിലയുള്ള ഐസ് കഴിക്കുമ്പോൾ അല്ലെ ഐസ്ക്രീം കഴിക്കുമ്പോൾ ഉണ്ടാകുന്നതും ഒക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഈ ദ്രവീകരണ ലീനതാപവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ. അടുത്ത പഠിക്കാനുള്ളത് താപീയ വികാസം. സിമ്പിൾ ആണ്, ഒന്നുമില്ല. ചൂടാക്കുമ്പോൾ ഒരു വസ്തുവിനുണ്ടാകുന്ന വികാസത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? താപീയ വികാസം എന്ന് വിളിക്കുക. ചൂടാക്കുമ്പോൾ വികസിക്കും. അങ്ങനെയാണെങ്കിൽ ചൂട് തണുപ്പിച്ചാലോ? സങ്കോചിക്കും. കണ്ടാ? ചൂട് കൂടുമ്പോൾ വികസിക്കും, തണുപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും? അത് ചുരുങ്ങും. ഏറ്റവും കൂടുതൽ വാതകത്തിന് ഏറ്റവും കൂടുതൽ താപം ചെല്ലുമ്പോൾ വികാസം സംഭവിക്കുന്നത് വാതകത്തിനാണ്. അതിലും കുറച്ചുകൂടെ കുറഞ്ഞാണ് ദ്രാവകത്തിന്റെ വികാസം. ഏറ്റവും കുറവ് ഖരത്തിനാണ്. കണ്ടാ? അപ്പൊ താപീയ വികാസം ഏറ്റവും കുറവ് ഖരം, അതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ ദ്രാവകം, ഏറ്റവും കൂടുതൽ വാതകാവസ്ഥ. കിട്ടി? അങ്ങനെയാണെങ്കിൽ ഈ താപീയ വികാസത്തിന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ റെയിൽപാളങ്ങൾ ഉണ്ടല്ലോ, റെയിൽപാളങ്ങളിൽ വിടവ് ഇടുന്നത് താപീയ എന്താ? ചൂട് കാലത്ത് എന്ത് ചെയ്യും? ഇച്ചിരി വികാസം സംഭവിക്കും. കണ്ടാ? അപ്പൊ വളഞ്ഞു പോകരുത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? റെയിൽപാളങ്ങളില്, കോൺക്രീറ്റ് ബ്രിഡ്ജുകളില് ഒക്കെ എന്ത് ചെയ്യുന്നത്? വിടവുകൾ ഇടുന്നത് താപീയ വികാസത്തെ അതിജീവിക്കുവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ പണ്ട് കാളവണ്ടികളുടെ ചക്രങ്ങളിൽ ഇരുമ്പ് പട്ട കൊണ്ട് ചുറ്റുണ്ടാക്കുന്നത് താപീയ വികാസത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഇരുമ്പിന്റെ ആയുധങ്ങൾ ഉണ്ടല്ലോ,
ഇപ്പൊ നിങ്ങള് കത്തിയൊക്കെ എടുത്ത് നോക്കിയ ഒരു ലോഹ വളയം കാണാം. അതെന്തിനാണ്? ഈ താപീയ വികാസം സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യരുത്, അതിന്റെ പിടി പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ചുറ്റിടുന്നത്. അപ്പൊ ഇതൊക്കെ എന്തിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ്? താപീയ വികാസത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ്. കിട്ടി? അപ്പൊ താപം ചെല്ലുമ്പോൾ ഒരു വസ്തു വികസിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. താപം ചെല്ലുമ്പോൾ വികസിക്കും, താപം കൊടുക്കുമ്പോൾ വികസിക്കും. അപ്പോ താപം കൂടുമ്പോൾ വസ്തുവിൻ എന്ത് ചെയ്യും? വികസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വോളിയം കൂടുന്നു. വോളിയം എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പൊ ഹീറ്റ് കുറച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വോളിയം കുറയും. വോളിയം കുറയും അല്ലെ? അങ്ങനെയാണെങ്കിൽ നമ്മൾ സാധാരണ താപനിലയിലുള്ള ജലത്തെ എടുക്കുന്നു. സാധാരണ താപനിലയിലുള്ള ജലത്തെ എടുക്കുന്നു കേട്ടാ. ഒരു 28 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ ഓർത്തോ. ഒരു 28 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വെള്ളത്തെ നമ്മൾ എടുത്തു. വെള്ളത്തെ നമ്മൾ എടുത്തിട്ട് അതിന്റെ താപനില കുറയ്ക്കുകയാണ്. താപനില കുറയ്ക്കുകയാണ് അല്ലെ? അപ്പൊ എന്തും കുറയും? വോളിയവും കുറയും. താപനില കുറയുമ്പോ വോളിയവും കുറയും. അങ്ങനെ കുറച്ച് 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 നമ്മളൊരു 4 ഡിഗ്രി സെൽഷ്യസിലെത്തി. മൈനസ് ഒന്നുമില്ലേ, 4 ഡിഗ്രി സെൽഷ്യസിലെത്തി അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? താപനില കുറച്ചു കൊണ്ടുവരുന്നു. അപ്പൊ വോളിയം കുറഞ്ഞു 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 പോകണം. പക്ഷെ 4 ഡിഗ്രിയിൽ എത്തുമ്പോ ജലം സങ്കോചിക്കുന്നതിന് പകരം വികസിക്കാൻ തുടങ്ങും. 4 ഡിഗ്രിയിൽ എത്തുമ്പോ വികസിക്കാൻ തുടങ്ങും, വോളിയം കൂടാൻ തുടങ്ങും. ഇത് ഇങ്ങനെ വരച്ച് കാണിക്കാൻ ഞാൻ. വോളിയം എന്ത് ചെയ്യും? കൂടാൻ തുടങ്ങും. അങ്ങനെ 4 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് വീണ്ടും നമ്മൾ താപം കുറച്ച് 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തുന്നു. 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തുന്നു. കിട്ടി? വോളിയം കൂടുന്നു. വോളിയം ഏറ്റവും കൂടുതൽ എത്തി. എവിടെ? 0 ഡിഗ്രി സെൽഷ്യസിൽ എത്തിയപ്പോ വോളിയം ഏറ്റവും കൂടുതലായി. 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് വീണ്ടും താഴേക്ക് പോകുന്നു. എന്ത് ചെയ്യും? വോളിയം കുറയാൻ തുടങ്ങും. കണ്ടോ? കിട്ടി? അപ്പൊ എന്താണ്? 4 ഡിഗ്രി സെൽഷ്യസിൽ എത്തുമ്പോൾ ജലത്തിന് എന്ത് സംഭവിക്കുന്നു? വോളിയം കൂടാൻ തുടങ്ങും. വോളിയം കൂടാൻ തുടങ്ങും. 0 ഡിഗ്രി സെൽഷ്യസിൽ എത്തുമ്പോൾ എന്താണ്? ഏറ്റവും കൂടുതലാണ്. കണ്ടോ? അപ്പൊ 4 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 0 ഡിഗ്രിയിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു? വ്യാപ്തം ഏറ്റവും കൂടുന്നു. കണ്ടോ? അങ്ങനെയാണെങ്കിൽ 4 ഡിഗ്രി സെൽഷ്യസിലാണ് എന്തെന്ന് പറയുന്നത്? വ്യാപ്തം കുറവ്. വ്യാപ്തം കുറവ് എന്തിലാണ്? 4 ഡിഗ്രി സെൽഷ്യസിലാണ് ജലത്തിന് എന്ത് കുറവ്? വ്യാപ്തം കുറവ്. മാസ് ബൈ വോളിയം ഡെൻസിറ്റി. കണ്ടാ? പിണ്ഡം ബൈ വ്യാപ്തം, അതാണ് എന്ത്? സാന്ദ്രത എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കേ, വ്യാപ്തം ഏറ്റവും കുറവ് ഏതിലാ? 4 ഡിഗ്രി സെൽഷ്യസിൽ. അവിടുന്ന് താഴോട്ട് പോകുമ്പോ എന്ത് ചെയ്യും? വ്യാപ്തം കൂടും. അവിടെ താഴോട്ട് പോകുമ്പോ എന്ത് ചെയ്യും? വ്യാപ്തം കൂടും. അങ്ങനെയാണെങ്കിൽ 4 ഡിഗ്രി സെൽഷ്യസിലാണ് ഏറ്റവും വ്യാപ്തം കുറവ്. അപ്പൊ വോളിയം കുറവ് ഇവിടെ ഉണ്ടോ? അപ്പൊ എന്തായിരിക്കും? ഡെൻസിറ്റി കൂടുതലായിരിക്കും. താഴെ കിടക്കുന്ന സംഖ്യ എന്താവുക മക്കളെ? ചെറുതാവുക. അപ്പൊ എന്ത് ചെയ്യും? ഡെൻസിറ്റി കൂടും. അങ്ങനെയാണെങ്കിൽ ജലത്തിന് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ളത് 4 ഡിഗ്രി സെൽഷ്യസ്. പഠിച്ചു വെക്കുക, കാണാതെ പഠിച്ചു വെക്കുക. എന്താ? ജലത്തിന്റെ ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ളത് 4 ഡിഗ്രി സെൽഷ്യസിൽ. ഏറ്റവും കൂടുതൽ സാന്ദ്രത, ഏറ്റവും കുറഞ്ഞ വ്യാപ്തം. ഏറ്റവും കൂടുതൽ ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രതയും ഏറ്റവും കുറഞ്ഞ വ്യാപ്തവുമുള്ള താപനില 4 ഡിഗ്രി സെൽഷ്യസ്. മൈനസ് ഒന്നും ഇല്ല കേട്ടാ. 4 ഡിഗ്രി സെൽഷ്യസിലാണ് ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത കാണിക്കുന്നതും ഏറ്റവും കുറവ് വ്യാപ്തവും കാണിക്കുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജലത്തിന്റെ അസാധാരണ വികാസം. ജലത്തിന്റെ അസാധാരണ വികാസം എന്നാണ് നമ്മൾ എന്തിനെ വിളിക്കുക? ഈ പ്രതിഭാസത്തെ വിളിക്കുക കേട്ടാ. അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. ഇപ്പൊ പഠിക്കേണ്ട ഇത്രയേ ഉള്ളൂ. 4 ഡിഗ്രി സെൽഷ്യസിലാണ് എന്ത്? ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രതയും അതുപോലെ തന്നെ ഏറ്റവും കുറവ് വ്യാപ്തവും. അങ്ങനെയാണെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 100 ഡിഗ്രി സെൽഷ്യസിലേക്ക് നമ്മൾ വെള്ളത്തെ ചൂടാക്കുമ്പോൾ എന്ത് മാറ്റം സംഭവിക്കും? എന്ത് മാറ്റം സംഭവിക്കും ചൂടാക്കുമ്പോൾ? അല്ലെ? 0 ഡിഗ്രിയിലാണ് ഏറ്റവും കൂടുതൽ വ്യാപ്തം എന്ന് നമ്മൾ പറഞ്ഞു. ഏറ്റവും കൂടുതൽ വ്യാപ്തം 0 ഡിഗ്രിയിലാണ് അല്ലെ? അതിന് മേലോട്ട് പോകും തോറും എന്ത് ചെയ്യും? ആദ്യം വ്യാപ്തം കുറയും അല്ലെ? 4 ഡിഗ്രി വരെ വ്യാപ്തം എന്ത് ചെയ്യും? കുറയും. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? വ്യാപ്തം കൂടും.
4 ഡിഗ്രി വരുമ്പോഴത്തേക്കാ തിരിയുന്നത്. അതിന് മുകളിലോട്ട് പഴയ കണക്ക് തന്നെ കൂടും. അപ്പൊ ആദ്യം വ്യാപ്തം കുറയും, പിന്നെ വ്യാപ്തം കൂടും. എപ്പോൾ 0 ഡിഗ്രിയിൽ മുതൽ 100 ഡിഗ്രി വരെ നമ്മൾ ജലത്തെ ചൂടാക്കുമ്പോൾ. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, അപ്പോ താപീയ വികാസം കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് എന്താ? അതിദ്രവത്വം, സൂപ്പർ ഫ്ലൂയിഡിറ്റി. അതിദ്രവത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ താഴ്ന്ന ഊഷ്മാവില് ദ്രാവകങ്ങൾ എന്ത് ചെയ്യും? ഭൂഗുരുത്വത്തിനെതിരെ സഞ്ചരിക്കും. കണ്ടോ? അപ്പൊ വളരെ താഴ്ന്ന താപനിലയില് എന്ത് ചെയ്യും? ദ്രാവകങ്ങള് എന്തിനെതിരെ? ഭൂഗുരുത്വത്തിനെതിരെ സഞ്ചരിക്കുന്ന പ്രതിഭാസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? അതിദ്രവത്വം. ഒരു ദ്രാവകം അതിദ്രവത്വം പ്രകടിപ്പിക്കുന്ന താപനിലയെ വിളിക്കുന്ന പേര് പഠിച്ചോണം. ലാംഡ പോയിന്റ്. ലാംഡ പോയിന്റ് എന്നാണ് അതിനെ വിളിക്കുക. എന്താണ്? ഒരു ദ്രാവകം അതിദ്രവത്വം പ്രകടിപ്പിക്കുന്ന, ഭൂഗുരുത്വത്തിനെതിരെ സഞ്ചരിക്കും, അതിനെ വിളിക്കുന്ന പേരാണ് അതിദ്രവത്വം. ഒരു ദ്രാവകം അതിദ്രവത്വം പ്രകടിപ്പിക്കുന്ന താപനിലയെ വിളിക്കുന്ന പേര് ലാംഡ പോയിന്റ്. ഇനി നമുക്ക് പറയാനുള്ള അവസാന കാര്യമാണ്, അതാണ് എന്ത്? അതിചാലകത. എന്താണ്? അതിചാലകത, സൂപ്പർ കണ്ടക്ടിവിറ്റി. സൂപ്പർ കണ്ടക്ടിവിറ്റി, അതിചാലകത കൂടെ പറയുമ്പോൾ നമ്മുടെ ടോപ്പിക്ക് കഴിയും. എന്താണ് അതിചാലകത എന്നറിയാവോ? ഇപ്പൊ നമ്മള് ജൂൾസ് ലോ പറഞ്ഞായിരുന്നു അല്ലെ? ഇപ്പൊ എന്താ? ഒരു പ്രതിരോധത്തിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോ താപമുണ്ടാകും നമ്മൾ പറഞ്ഞു. ഈ താപം ഉണ്ടാകുന്ന എങ്ങനെ? പ്രതിരോധം വരുമ്പോഴാ. എന്ന് പറഞ്ഞാൽ വൈദ്യുതി നമുക്ക് നഷ്ടമായി. എന്തില്? ഹീറ്റിന്റെ രൂപത്തിൽ നമുക്ക് അവിടെ വൈദ്യുതി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് വൈദ്യുതി നഷ്ടപ്പെടുന്നത്. ഹീറ്റിന്റെ രൂപത്തിൽ നമ്മൾ വൈദ്യുതി നഷ്ടപ്പെടുന്നു പ്രതിരോധമുള്ളത് കൊണ്ട്. എന്നാലുണ്ടല്ലോ, വളരെ താഴ്ന്ന ഊഷ്മാവില് ഈ വൈദ്യുതിയുടെ രോധം, റെസിസ്റ്റൻസ് പൂർണ്ണമായും ഇല്ലാതാകും. ഉദാഹരണത്തിന്, നിങ്ങൾ മെർക്കുറി എടുക്കുന്നു. മെർക്കുറിയെ നിങ്ങൾ തണുപ്പിക്കുന്നു. തണുപ്പിച്ച് നിങ്ങൾ 4.2 കെൽവിനിൽ കൊണ്ടുവന്നു. 4.2 കെൽവിനിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ എന്ത് ചെയ്യും? മെർക്കുറിയുടെ റെസിസ്റ്റൻസ്, പ്രതിരോധം എന്ന് പറയുന്നത് 0 ആകും. എന്ന് പറഞ്ഞാൽ അവിടെ എന്തുണ്ടാവുന്നില്ല? അല്പം പോലും കറണ്ട്, അല്പം പോലും വൈദ്യുതി നമുക്ക് ഹീറ്റിന്റെ രൂപത്തിൽ നഷ്ടപ്പെടുന്നില്ല. അങ്ങനെ പ്രതിരോധം 0 മാറും. ഉണ്ടോ? അങ്ങനെ വളരെ താഴ്ന്ന ഊഷ്മാവില് എന്ത് ചെയ്യുന്നു? വൈദ്യുതിയുടെ പ്രതിരോധം 0 മാറുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് അതിചാലകത. കണ്ടെത്തിയത് കമർലിംഗ് ഓൺസ്. കണ്ടെത്തിയത് എന്താണ്? കമർലിംഗ് ഓൺസ് ആണ് അതിചാലകത അല്ലെങ്കിൽ സൂപ്പർ കണ്ടക്ടിവിറ്റി 1911 കണ്ടെത്തിയത്. കിട്ടി. അപ്പൊ ഒരു ചാലകത്തിന്റെ പ്രതിരോധം പൂർണ്ണമായി എന്താകും? മാറ്റപ്പെടുകയാണ്. എന്തിൽ? താപനില കുറയ്ക്കുമ്പോൾ. കണ്ടാ? അങ്ങനെ ഒരു ചാലകം എന്നാൽ വൈദ്യുതിയെ കടത്തിവിടുന്ന വസ്തുക്കൾ. ഈ ചാലകത്തിന്റെ പ്രതിരോധം 0 താപനിലയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. എന്തെന്ന് വിളിക്കും? ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു അല്ലെ? 4.2 കെൽവിൻ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആണ്. ഇതാണ് ഉത്തരം. കണ്ടാ? അപ്പോ മെർക്കുറിയുടെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കാണാതെ പഠിച്ചു വെക്കുക, 4.2 കെൽവിൻ. കേട്ടാ? മെർക്കുറിയെ വെച്ചാണ് കമർലിംഗ് ഓൺസ് പരീക്ഷണം നടത്തിയത്. അതുകൊണ്ടാണ് മെർക്കുറിയുടെ പറഞ്ഞത്. കിട്ടിയോ? ഒരു വൈദ്യുതിയുടെ പ്രതിരോധം എന്തായി മാറും? 0 മാറും. എപ്പോൾ? വളരെ താഴ്ന്ന താപനിലയിൽ. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? അതിചാലകത എന്ന് വിളിക്കുക. കണ്ടെത്തിയത് കമർലിംഗ് ഓൺസ് ആണ്. കിട്ടി? അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ താപവും ഊഷ്മാവും എന്ന് പറയുന്നത്. അപ്പൊ വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.